ബേബ്സ് വെൽക്കം ബാക്ക്. ഇൻ പോഷന്റെ 10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് വേഗാസ് പോഷനെ കാണാൻ വന്നിട്ട് നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. തവാന്റെ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. എന്നെ നിന്നെ ഉപയോഗിച്ച് ഈ ഫാമിലിനെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിക്കുന്നത് എന്ന് വേഗാസിനെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നതാണ് പോഷെ ചോദിക്കുന്നത്. ഞാൻ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് വേഗാസ് അതും പറഞ്ഞ ആ ഒരു സെല്ല് തുറക്കുന്നുണ്ട്. അതുപോലെ പോഷന്റെ കയ്യിൽ വിലം കെട്ടിയിട്ടുണ്ട്, അതും തുറന്നു വിടുന്നുണ്ട്. ഈ സമയത്ത് പോഷ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ചതിയനായിട്ടല്ലേ കാണുവാന്ന്. നീ ഇവിടെ നിന്നതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വേഗാസ് അങ്ങനെ ശരിയെന്ന് സമ്മതിച്ച് പോഷ അവിടെ നിന്ന് പോവാൻ നിൽക്കുവാണ്. അപ്പൊ അങ്ങോട്ടുണ്ട് പീറ്റ് തോക്കും പിടിച്ച് നിൽക്കുന്നു. പോഷ പീറ്റിനോട് അടി ഉണ്ടാക്കുന്ന സമയത്ത് വേഗാസിനോട് അവിടെ നിന്ന് പോവാൻ പറയുന്നുണ്ട്. അങ്ങനെ പീറ്റിനെ അടിച്ചിട്ട് പോവാൻ നിൽക്കുന്ന സമയത്തുണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് കിന്ന് നിൽക്കുന്നു തോക്കും പിടിച്ച്. പോഷയും തോക്ക് ചൂണ്ടിയാണ് നിൽക്കുന്നത്. പിന്നെ ജസ്റ്റ് പോഷയെന്ന് വിളിക്കുമ്പം അവൻ ആ തോക്ക് മാറ്റുന്നുണ്ട്. നീ എന്നെ വിശ്വസിക്കണമെന്ന് പറയുവാണ്. കിന്നു ആ തോക്ക് മാറ്റുന്നുണ്ട്. പോഷ അവിടുന്ന് പോവാണ്. കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നത്തെ സീനിൽ നമ്മൾ കിമ്മും കുറച്ചും കൂടെ ഒരുമിച്ച് കിടക്കുന്നതാണ്. നീ എന്തിനാ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുന്നേന്ന് കിമ്മ്. അത് വേറൊന്നല്ല, ഞാൻ നിങ്ങളെ നോക്കുവാണെങ്കിൽ കരഞ്ഞു പോവും, അതുകൊണ്ടാണെന്ന് പോർച്ച്. ഞാൻ അൺലക്കി ആണെന്ന് എപ്പോഴും വിചാരിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്കൊന്നും ലക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളാണ് എന്റെ ലക്ക് നല്ല രീതിക്കാണ് പോർച്ച പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും കിമ്മ പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഐ ലവ് യു എന്ന് പോർച്ച പറയുന്നുണ്ട്. അപ്പോഴും കിമ്മ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അവരുടെ ഫേസ് കണ്ടാല് എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ളിലുള്ള കണക്ക് ഉണ്ട്. പോർച്ച തന്നെ ആ സമയത്താണെങ്കിലും കിമ്മ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് ആണ് പറയുന്നത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് പോർച്ച ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓംപ്ലേറ്റില് സ്മൈലിയൊക്കെ വരച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്താരോ വന്നെന്ന് മനസ്സിലാവുന്നത്. അത് നോക്കാൻ വേണ്ടിയിട്ട് പോർച്ച പോകുന്ന സമയത്ത് കിമ്മ എന്തോ ആലോചിച്ച് അവിടെ ഇരിക്കുന്ന പേപ്പറിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ പോർച്ച വന്ന് നോക്കുമ്പോൾ ഒരു വണ്ടിയുണ്ട്. ഇവനാണെങ്കിൽ ഗേറ്റ് തുറന്നതും ഇവനെ ക്ലോറോഫോം വെച്ച് മയക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവനെ കടത്തിക്കൊണ്ടുപോകാനാണ്. ചെക്കനാണെങ്കിൽ അവരെ തള്ളി മാറ്റിയിട്ട് ഓടുന്നുണ്ട്. കിമ്മിനെ കുറെ വിളിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ പുറകെ വന്ന് ഇവനെ പിടിക്കാനെ നോക്കുന്നുണ്ട്. കിമ്മയൻ ഓൾറെഡി പോയില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കും. പക്ഷെ കിമ്മ് പോയിട്ടില്ല. ആളവിടെ നിന്ന് വന്നിട്ട് ഇവരെയൊക്കെ അടിച്ചിടുന്നുണ്ട്. അടിക്കുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് ഷോക്ക് ഇവന്റെ മേത്തേക്ക് വെക്കുന്നുണ്ട്. അവൻ ഒരു വിധത്തിൽ അത് മേടിച്ച് അയാളുടെ മേത്തേക്ക് കുത്തുന്ന സമയത്ത് ബേക്കിന്ന് ഇവന്റെ മേത്തേക്ക് ഒരാളെ ഷോക്ക് വെക്കാണ്. അങ്ങനെ കിമ്മും മയങ്ങുന്നുണ്ട്, പോർച്ചയും മയങ്ങുന്നുണ്ട്. പോർച്ചേനെ അവരെടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കണ്ണാടി ടെക്നിക്കലി ഭയങ്കര കഴിവുള്ള ആളാണല്ലോ. ആള് എന്തോ സെക്യൂരിറ്റി സിസ്റ്റം കണ്ട് നോക്കിക്കൊണ്ടിരിക്കാണ്. ആ സമയത്ത് തവാനും കിന്നും കൂടെയുണ്ട്. പോർച്ചയിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പോയിന്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ആ ഒരു മോട്ടീവിലാണ് തവാൻ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ മുടിയന് തവാന്റെ മേലെയാണല്ലോ സംശയം കൂടുതലുള്ളത്. സോ അവനായിരിക്കും നല്ല രീതിക്കാണ് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് നീ ആദ്യം എസ്കേപ്പ് ആയി പോയവനെ പിടിക്കാൻ നിൽക്ക്, അത് കഴിഞ്ഞിട്ട് എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കുന്ന് തവാൻ. ഈ സമയത്ത് കിന്നു പറയുന്നുണ്ട് തവാന്റെ അടുത്ത് തിരിച്ച് റൂമിലേക്ക് പോവാൻ. ഇത് ഇഷ്ടപ്പെടാതെയാണ് അവനടുത്ത് പോകുന്നത്. കിന്നിനെ കാണാൻ വേണ്ടിയിട്ട് പീറ്റ് വരുന്നുണ്ട്. അങ്ങനെ പീറ്റും കിന്നും കൂടെ മാറിയെന്ന് സംസാരിക്കുവാണ്. ആ സമയത്ത് പീറ്റ് ചോദിക്കുന്നുണ്ട് പോഷേനെ വിശ്വാസം ഉണ്ടോ എന്ന്. കിന്ന അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. പീറ്റ് പറയുന്നുണ്ട് കിന്നിന് ഇവിടെ വേഗാസിന്റെ ഒരു സ്പൈ ഉണ്ടെന്നാണല്ലോ അറിയേണ്ടത്. അപ്പൊ ആരാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് വേഗാസിന്റെ അടുത്തേക്ക് താൻ പോവാന്നാണ് പറയുന്നത്. നീ അവിടെ പോയിട്ടുണ്ടേല് എന്തായിരിക്കും പിന്നെ നടക്കാന്ന് എനിക്ക് അറിയോന്ന് കിന്ന്. അറിയാം, അവരെന്റെ അടുത്ത് ചോദ്യം ചോദിക്കും, സംസാരിക്കും. എന്നിട്ട് എന്നെ കൊണ്ടൊരു യൂസ് ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ കൊന്നളയെന്ന് പീറ്റ്. ഇതറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ചാവാൻ പറ്റണമെന്നാണോന്ന് കിന്ന്. ഞാൻ എന്തായാലും പോണം, എനിക്ക് പോഷനെ വിശ്വാസമാണെന്ന് പീറ്റ്. ഇവിടെ നമ്മുടെ വേഗാസും പോഷയും കൂടെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേന്നാണ് പോഷയെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഇന്നസെൻസ് തെളിയിക്കാനുള്ള എവിഡൻസ് കണ്ടുപിടിക്കണമെന്ന് വേഗാസ്. അതിനു മുന്നേ നമുക്ക് എന്റെ അനിയനെ കൂട്ടിയിട്ട് വന്നാലോ എന്ന് പോഷയെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നാളെ കൂട്ടിയിട്ടാന്ന് വേഗാസം പറയുന്നു. ഇവിടെ കിമ്മിനെ ബോധം വരുന്നുണ്ട്. എണീറ്റ് നോക്കുമ്പം പോർച്ചയില്ലാലോ. അങ്ങനെ നേരെ കിന്നിനെ വിളിക്കുന്നുണ്ട്. വീട്ടിലെന്താ പ്രശ്നം എന്താ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പീറ്റർ ഡെലിവറി മാൻ്റെ വേഷത്തില് മൈനർ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. നല്ല വെയിറ്റ് ഉള്ള സാധനം എടുത്തോണ്ടാണ് വരുന്നത്. അവിടെയുള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവ നേരെ അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സസ്പീഷ്യസ് ആയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ നേരെ അകത്തേക്ക് വിടുന്നുണ്ട്. പക്ഷെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസ് എത്തുമ്പം ഇനി വരണ്ടെന്ന് പറഞ്ഞ് അവർ ആ സാധനം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെങ്കിൽ ഞാനെന്താ ജസ്റ്റ് ബാത്റൂം പോയിട്ട് വരട്ടെ, ഇതിൽ കൂടുതൽ അടക്കി പിടിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ്. ശരി, ഓക്കെ എന്ന് അവര് സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെങ്കിൽ നൈസായിട്ട് പോയിട്ട് അവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ട്, അതിലെന്തോ കുത്തിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഏതോ ഡോറ് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചെക്കൻ നേരെ ഒരു റൂമിലേക്ക് വന്നു. അവിടെയാണെങ്കിൽ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് ഈ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള എക്യുപ്മെന്റ്സ്. പിന്നെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. നേരെ അവിടെ പോയിരുന്നിട്ട് ഒരു പെൻ ഡ്രൈവ് കുത്തുന്നുണ്ട്. അത് നമ്മുടെ കണ്ണാടി കൊടുത്താണ്. ആ ഒരു പെൻ ഡ്രൈവ് കുത്തിയതും തന്നെ കമ്പ്യൂട്ടർ ആക്സസ് ആവുന്നുണ്ട്. അങ്ങനെ അതിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ വേഗാസും പോഷിയാണെങ്കിൽ
അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്ന് നോക്കുമ്പം പോർച്ചനെ കാണുന്നില്ല. പോർച്ചനെ നോക്കുന്ന സമയത്ത് പോർച്ചന്റെ ഫോൺ അവിടെ ഉണ്ട്. അതിലേക്ക് ഇതാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു ലൊക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു മെസ്സേജ് കണ്ടിട്ട് ഇന്ന സ്ഥലമാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവര് പോയില്ലെങ്കിൽ പോർച്ചന്റെ കാര്യത്തില് എന്താവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് തവാന്റെ പരിപാടി ആയിരിക്കുന്ന പോർച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തവാൻ മറ്റുള്ളവരുടെ കൂടെ നിന്ന് കിന്നിനെ ചതിക്കാനാണ് നോക്കുന്നതെന്നുള്ള കാര്യം ഇവരെ തെളിയിച്ചാൽ മാത്രമേ ഇവരുടെ പേര് ക്ലിയർ ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ പോർച്ചനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആദ്യം അത് നോക്കാന്ന് വേഗാസ് പറയുന്നുണ്ടെങ്കിലും ഒരു തെളിവ് പോലും ഈ സമയത്ത് കിട്ടിയിട്ടില്ല. ഇപ്പൊ പോയില്ലെങ്കിൽ പോർച്ചയ്ക്ക് എന്ത് സംഭവിക്കുന്ന പറയാൻ പറ്റത്തില്ല. അഥവാ അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കുന്ന പറഞ്ഞ് പോർച്ച അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയം കിന്നും നമ്മുടെ കണ്ണാടിയൊക്കെ കൂടെ തവാൻ കൊടുത്ത ആ ഒരു എവിഡൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് തവാൻ ഇവർക്കിട്ട് പണി കൊടുത്തിയാണ്. ഇവരുടെ സിസ്റ്റത്തില് വൈറസ് കയറി എല്ലാ CCTV അടക്കം പോയി എന്നുള്ള കാര്യം. അപ്പോഴേക്കുണ്ട് ഒരാൾ വന്നിട്ട് പറയുന്നു തവാൻ മിസ്സിംഗ് ആയെന്ന്. പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന കിന്ന്. ഇതേ സമയത്ത് നമ്മുടെ പോർച്ചയാണെങ്കിൽ പോർച്ചനെ അന്വേഷിച്ച് അവര് കൊടുത്ത ഒരു അഡ്രസ്സ് വെയർ ഹൗസിലേക്ക് വരുന്നുണ്ട്. തോക്കെടുത്ത് പതിയെ പോയി നോക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പം പോർച്ച ഓടി അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും അവന്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. മൂന്നാമതായിട്ട് തവാൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്തോ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞ് പോർച്ച ഒച്ചയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവനാണെങ്കിൽ പോർച്ചന്റെ തോളിലേക്ക് തലവെച്ച് ഈ ലോകം എന്തൊരു ക്രൂവലാണല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സീനിൽ കാണുന്നത് തവാൻ പോർച്ചയുടെ അടുത്തേക്ക് പോകുന്നതാണ്. കാലം കൊണ്ടൊന്ന് തട്ടി വിളിക്കുന്നുണ്ട്. അവിടെ പോർച്ചയാണെങ്കിൽ അവനൊന്നും ചെയ്യില്ലെന്ന് ഭയങ്കരമായിട്ട് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. പോർച്ച അവനെ കുഞ്ഞിലെ തന്നെ നോക്കി വളർത്തുന്നതാണല്ലോ. സോ ഒരു മോനെ പോലെ ആയിരിക്കും കാണുന്നത്. എന്റെ കൈ ഇവിടെ നിന്ന് അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മരണമായിരിക്കും എന്നൊക്കെ പോർച്ച പറയുന്നുണ്ട്. ഓ നിനക്ക് നിന്റെ അനിയൻ അത്രയ്ക്ക് ഇഷ്ടമാണോ? ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് തവാനാണെങ്കിൽ ഭയങ്കരമായിട്ട് പോർച്ചനായിട്ട് ചവിട്ടുവാണ്. ഇതും കൂടെ കണ്ടിട്ട് പോർച്ചയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തവാൻ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നെന്നാണോ എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് വേഗാസം വരുന്നുണ്ട്. പോർച്ച അതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് വേഗാസ് ആണെങ്കിൽ തവാന്റെ ചള്ളക്ക് തന്നെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ആ അധികാരത്തോടെയുള്ള അടി കണ്ടിട്ട് വേഗാസ് തന്നെയാണ് ഇതൊക്കെ ഏർപ്പാട് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഇതേ സമയത്ത് നമ്മുടെ പീറ്റ് ആ ഒരു കമ്പ്യൂട്ടർ നോക്കിയിട്ട് കിന്നിനെ വിളിക്കുന്നുണ്ട്. വേഗാസിന് ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തത് തവാനാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം ഇവരുടെ ഷെഡ്യൂൾസ് അടക്കം എല്ലാ കാര്യങ്ങളും ആ കമ്പ്യൂട്ടറിലുണ്ട്. പക്ഷെ തവാൻ മാത്രമല്ല നമ്മുടെ ഒരു ബോഡി ഗാർഡും കൂടി ആയിരിക്കണം ഇത് ചെയ്തത് എന്നും പറയുന്നുണ്ട്. തവാന് മിസ്സിംഗ് ആണ്. അവൻ എവിടെയാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് കിന്നു പറയുന്ന സമയത്ത് എനിക്ക് വേഗാസിന്റെ സെൽഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് പീറ്റ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് നോക്കുന്ന സമയത്ത് അവന് നേരെ തോക്ക് ചൂണ്ടുന്നു. ഓ അപ്പൊ ഇത് നീയാണല്ലേ എന്ന് പീറ്റ്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് അത് നമ്മുടെ പോർച്ചനെ തീരെ ഇഷ്ടമല്ലാത്ത ആ ബോഡി ഗാർഡാണെന്ന്. ഇവിടെ വേഗാസ് ആണെങ്കിൽ വന്നിട്ട് പോർച്ചനെ ഉപദ്രവിച്ചതിന് തവാന്റെ ചള്ളക്ക് തന്നെ ഒരെണ്ണം നന്നായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്തത്? നിന്നെ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്തത്? എത്രയോ കാലമായിട്ട് ഞാൻ മെയിൻ ഫാമിലിന്റെ കൂടെ നിനക്ക് വേണ്ടി നിന്നെയാണ്. പക്ഷെ ആ കിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ അവന്റെ വേണ്ടപ്പെട്ട ബോഡി ഗാർഡ്സിന്റെ അടുത്ത് കൊടുത്ത് സേഫ് ആയിട്ട് വെച്ചതുകൊണ്ടല്ലേ. ഇപ്പൊ ഇതല്ലാതെ നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റാ? അതോ നീ ഇവനെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടോ എന്ന് തവാൻ ചോദിക്കുകയാണ്. നോ 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 എന്നും പറഞ്ഞ് വേഗാസ് ആണെങ്കിൽ തവാന്റെ നെറ്റിലേക്ക് തല വെച്ച് കുറച്ചിട്ട് നിന്നിട്ട് പെട്ടെന്ന് പക്ഷെ ഇതല്ല പ്ലാൻ എന്ന് പറഞ്ഞ് തള്ളിവിടാണ്. ഒരുമാതിരി സൈക്കോനെ പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോർച്ചയ്ക്കാണ് ഷോക്ക്. എന്ത് ഇവിടെ നടക്കുന്നത്? അവൻ നിന്റെ കസിനാണ്. നിന്റെ ഫാമിലിനെ തന്നെ നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് പോർച്ച ചോദിക്കുമ്പം ഫാമിലിയോ? എന്ത് ഫാമിലി? ആരുടെ ഫാമിലി? ആ മെയിൻ ഫാമിലിനെ ഞാൻ ഒരിക്കലും എന്റെ ഫാമിലി ആയിട്ട് കണ്ടിട്ടില്ലെന്ന് വേഗാസ്. നീ ഇത്ര വൃത്തികെട്ടവനായിരുന്നു എന്ന് പോർച്ച. നീ അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് കാലമായിട്ട് യാഗുസാസിന്റെ അടുത്തും ഇറ്റാലിയൻസിന്റെ അടുത്തും ഞാൻ ഇൻഫർമേഷൻസ് കൈമാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ ഡോൺ മരിച്ചപ്പം ആകെപ്പെടാ പണിയായി. യാഗുസാസ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. മെയിൻ ഫാമിലിന്റെ അടുത്ത് ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ഈ മണ്ടന്മാരെയും കൊണ്ടാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും കിന്നൊന്നും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പോർച്ച. പക്ഷെ കാര്യങ്ങളൊക്കെ വേറെ രീതിക്ക് തിരിഞ്ഞാലോ? അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബോഡി ഗാർഡ് അവനെ ചതിക്കുവാണെന്ന് മനസ്സിലാക്കിയാലോ? എക്സിനെ കടത്തിക്കൊണ്ടുപോയി ബ്രദറിന്റെ കൂടെ ഓടിപ്പോയി. ഭാഗ്യവശാൽ അതെനിക്കറിയായിരുന്നു. സോ ഞാൻ എന്റെ കസിന്റെ അടുത്ത് ചതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ടിട്ട് കിന്നിന് പിന്നെയും ഫൂളായാണെന്ന് തോന്നും. അവനെ പിന്നെ ആരും റെസ്പെക്ട് ചെയ്യത്തില്ല. നീ പറയുന്നതൊക്കെ അപ്പാടങ്ങ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കിന്നത്ര മണ്ടനൊന്നും അല്ലെന്ന് പോർച്ച. അത് ശരിയാ, പക്ഷെ തെളിവുണ്ടെങ്കിലോ? കണ്ടോ, ഫേക്ക് ആയിട്ടുള്ള തെളിവ്. ഇത് കാണിച്ചാല് അവനെ വിശ്വസിച്ചേ പറ്റൂ. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന് പോർച്ച. എന്ത് കിട്ടുന്നോ? എന്താ കിട്ടാത്തെ? പിന്നെയും ഹാർട്ട് ബ്രോക്കൺ ആവും. അവൻ പിന്നെയും അവന് വേണ്ടപ്പെട്ട ആളുടെ അടുത്ത് നിന്ന് തന്നെ വേദനിക്കപ്പെടുകയാണ്. മെയിൻ ഫാമിലി വീക്കാവും. വീക്കായിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് കിട്ടിയത്
ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ലീഡറെയാണ്, അൺസ്കിൽഡ് ആയിട്ടുള്ള ലീഡറെയാണ്. ഇങ്ങനെ വേഗാസ് പറയുന്ന സമയത്ത് അവിടെ തവാനാണെങ്കിൽ ആ ഭയങ്കര സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നിക്കാലോ എന്ന് പറഞ്ഞ് വേഗാസിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് മെയിൻ ഫാമിലി ഇങ്ങോട്ടേക്കാ വന്നോണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് തവാൻ, നീ എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് വേഗാസ് തവാന്റെ നെറ്റി തന്റെ നെറ്റിനോട് അടുപ്പിച്ച് വെച്ചിട്ട് തവാന്റെ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നെറ്റി അടുപ്പിച്ച് വെച്ച് കുറച്ചേരം അങ്ങനെ നിന്ന് ഇപ്പൊ നീ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് തള്ളി വിട്ടിട്ട് വെടിയെടുത്ത് പടക്കേന്ന് രണ്ടെണ്ണങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തവാന്റെ കാര്യത്തില് അവിടെ ഒരു തീരുമാനമായി. എന്നിട്ട് നേരെ പോഷേന്റെ അടുത്തേക്ക് ഗണ്ണും ചൂണ്ടി വരുന്നു. ഈ സമയത്താണ് വേഗാസിന്റെ അടുത്തേക്ക് ഒരാള് വെടികൊണ്ട് വീഴുന്നത്. നമ്മുടെ പൈമാരൊക്കെയാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കിമ്മ് മുടിയനടക്കമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഗൺഷോട്ട് നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വേഗാസ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. മുടിയൻ വന്നിട്ട് പോഷേന്റെ കെട്ടഴിക്കുന്നുണ്ട്. അതുപോലെ കിമ്മ് വന്നിട്ട് പോർച്ചേന്റെയും കെട്ടഴിക്കുന്നുണ്ട്. തവാൻ പെട്ടെന്ന് വന്നിട്ട് മുടിയന്റെ വയറ്റിലേക്ക് കത്തിയങ്ങ് കുത്തി ഇറക്കുവാണ്. പോർച്ചനെയും കൂട്ടിയിട്ട് അവിടെ പോവാൻ വേണ്ടിയിട്ട് പോയി കഴിയുമ്പം പോഷയും തവാനും പരസ്പരം തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കാണ്. ഓ, നിനക്ക് മെയിൻ ഫാമിലി ബുള്ളറ്റ് പ്രൂഫ് ഉള്ള ജാക്കറ്റ് ഒന്നും തന്നില്ലാലേ എന്ന് പറഞ്ഞ് അവനിട്ടിരിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് കാണിച്ചു കൊടുക്കാണ്. പോഷയും തവാനും തമ്മിലുള്ള അടിയില് പോഷന്റെ തോക്ക് തവാന്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. അവനാണെങ്കിൽ തോക്ക് ചൂണ്ടിരിക്കാണ്. തവാൻ പോഷനെ വെടിവെക്കുന്ന കറക്റ്റ് ടൈമിന് മുടിയൻ പോഷനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുവാണ്. അവനാണ് ആ ഒരു വെടി കൊള്ളുന്നത്. ആ സമയത്ത് പോഷന്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്കിന്ന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. പോഷയ്ക്കാണെങ്കിൽ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തവാനാണെങ്കിൽ പിന്നെയും മുടിയനെ വെടിവെക്കുവാണ്. അവന്റെ ബോധവും പോകുന്നുണ്ട്. തവാൻ പിന്നെയും പോഷനെ വെടിവെക്കാൻ നോക്കുന്ന സമയത്ത് കിന്നും ബാക്കിയുള്ള നമ്മുടെ ബോഡി ഗാർഡ്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ തവാനാണെങ്കിൽ നൈസായിട്ട് പ്ലേറ്റ് മാറ്റാൻ നോക്കുന്നുണ്ട്. ഇവനാണ് നിന്നെ ചതിച്ചത് എന്ന് പറഞ്ഞു. നിന്റെ പ്ലാൻ എനിക്ക് ഒരുപാട് മുന്നേ തന്നെ അറിയായിരുന്നു എന്ന് പറഞ്ഞ് കിന്ന് അവന് നേരെ തോക്ക് ചൂണ്ടിക്കുവാണ്. പോഷന്റെ കൈ കെട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പയ്യന്മാര് അഴിച്ചു കൊടുക്കുന്നുണ്ട്. പോഷയും തവാന് നേരെ തോക്ക് ചൂണ്ടിക്കുവാണ്. തവാനാണെങ്കിൽ അങ്ങ് അഭിനയം തുടങ്ങുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടതാണ്, എന്നെ പിന്നെയും കൊല്ലാൻ പോവാണോ? എനിക്ക് ഒരേ ഒരു ചാൻസ് കൊടുത്താ അവസാനമായിട്ട് ഐ ലവ് യു കിന്നെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അഭിനയിക്കുന്നിടത്ത് നീ എന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കിന്ന്. കുറച്ചു മുന്നേ അല്ലേ നീ വേഗാസിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എന്നിട്ട് അവൻ എന്തേ നിന്നെ ഇട്ടിട്ട് പോയില്ലേ? അവൻ ജസ്റ്റ് നിന്നെ യൂസ് ചെയ്തത് മാത്രമാണ്. അവനിപ്പോ നിന്നെ ഇട്ടിട്ട് അവൻ സ്വന്തമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാണ് പോഷ നിൽക്കുന്നത്. അവനാണെങ്കിൽ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. വേഗാസ് എന്നെ വിട്ടിട്ട് പോകത്തില്ല, അവൻ എനിക്ക് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. വേഗാസ് വാ എന്നെ ഹെൽപ്പ് ചെയ്യ എന്ന് പറഞ്ഞ് കുറെ ഒച്ചയെടുത്ത് വിളിക്കുന്നുണ്ട്. എന്തോന്ന് കാര്യം, ഇവൻ മെന്റലാണൊക്കെ പറയുന്നതും കണ്ട് നമ്മുടെ പയ്യന്മാരാണ് അവിടെ നിൽക്കുന്നത്. നീ എൻ്റെ കൂടെ എപ്പോഴും ഒരുമിച്ചുണ്ടാവാന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ കുറെ അലറി വിളിക്കുന്നുണ്ട്. എന്ത് കാര്യം? അപ്പൊ മുന്നത്തെ ഒരു സംഭവം നമ്മളെ കാണിക്കുന്നുണ്ട്. വേഗാസും തവാനും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തവാൻ ചോദിക്കുന്നുണ്ട് എപ്പോഴും നീ എൻ്റെ കൂടെ ഇങ്ങനെ കാണുമെന്ന്. ആ കാണും, പക്ഷേ നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വേഗാസ്. ശരിക്കും ഞാൻ അത് ചെയ്യണമെന്ന് ചോദിക്കുമ്പം വേണം, എന്നാലേ എനിക്ക് ആ ലീഡർ ആവാൻ പറ്റൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അച്ഛൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും എന്ന് വേഗാസ്. ഓക്കെ എന്നും പറഞ്ഞ് അവൻ സമ്മതിച്ചേക്കുമ്പോഴാണെങ്കിൽ അവന്റെ കയ്യിൽ പിടിച്ച് ഒരു മോതിരം ഇടുന്നുണ്ട്. ഐ ലവ് യു ആൻഡ് മാരി മീ എന്ന് ചോദിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞ് ഇവനും ഭയങ്കര ഇമോഷണൽ ആയിട്ട് അങ്ങ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്ന് മനസ്സിലാക്കാം തവാനെ വേഗാസ് യൂസ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത് എന്ന്. ഈ ഒരു സംഭവം ഓർത്ത് നോക്കിയിട്ട് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് കിന്നിന്റെ അടുത്ത് പറയുന്നു ഐ എം സോറി കിൻ, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലെങ്കിൽ ആരും ഹാപ്പി ആയിട്ടിരിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അവന്റെ കയ്യിലുള്ള റിമോട്ട് അങ്ങ് ഞെക്കുവാണ്. ബോംബ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. 25 സെക്കൻഡ് മാത്രമാണുള്ളത്. വല്ലാത്തൊരു ചിരിയും ചിരിച്ച് അവനാണെങ്കിൽ കയ്യിലുള്ള തോക്ക് വെച്ച് സ്വയം വെടിവെച്ച് ചാവുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരും ഓക്കെ ആണോ എന്ന് പരസ്പരം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ കണ്ണാടി വന്നിട്ട് കിന്നിന്റെ അടുത്ത് പറയുന്നുണ്ട് ഏകദേശം എല്ലാം ഓക്കെ ആണെന്ന്. കിന്നിനാണെങ്കിൽ ആ വിഷമം, അവനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ബോസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നടക്കുകയെന്ന്. കിം ഓൾറെഡി സേഫ് ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇവിടെ പോർച്ചയാണെങ്കിൽ പോർച്ചനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ പോർച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പോർച്ച എന്താണ് ചെയ്യുന്നത് എന്ന്. പോർച്ച ഇങ്ങനെ കള്ളം പറഞ്ഞതിന് അവനാണെങ്കിൽ ദേഷ്യം, പോർച്ചയ്ക്കാണെങ്കിൽ വിഷമം. അവൻ കള്ളം പറയാൻ പാടില്ലായിരുന്നു. താൻ കാരണമാണ് താൻ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം പോർച്ചയും കൂടെ അപകടത്തിലായതെന്ന്. പോർച്ചയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ സ്വയം ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു എന്ന് പോർച്ച പറയുന്നുണ്ട്. ഇതേറ്റിട്ട് പോർച്ചയാണെങ്കിൽ അപ്പൊ എന്താ ചെയ്യുന്നതെന്നൊക്കെയുള്ള ബോധം ഉണ്ടല്ലേ, ജസ്റ്റ് ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിലോ എന്ന് ചോദിച്ച് ഭയങ്കര ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ്. പോർച്ച വിളിക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നില്ല. ഈ സമയത്ത് കിന്നങ്ങോട്ടേക്ക് വന്നിട്ട് അവന് വെച്ച് ടൈം കൊടുക്കുമെന്ന് പറഞ്ഞ് സിഗരറ്റ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പോർച്ച ചോദിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ കണക്ക് കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ അറിയായിരുന്നു തവാനും വേഗാസും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ആദ്യം തന്നെ അറിയായിരുന്നു. പിന്നെ പോരാത്തതിന് പീറ്റർ എവിഡൻസും തന്നായിരുന്നു എന്ന് കിന്ന പറയുന്നുണ്ട്. അത് പറയാൻ വന്നപ്പോഴാണ് ഇവൻ അവിടുന്ന് ഓടിപ്പോയതെന്ന്. കിന്നിനെ മണ്ടയ്ക്ക് ഒരു തട്ടും കൊടുത്തിട്ട്
പോഷ അവിടുന്ന് പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വേഗാസിനെയും പീറ്റിനെയാണ്. പീറ്റിനെ കെട്ടിയിട്ടേക്കാണ്. വേഗാസ്, നീ കാരണമാണ് എന്റെ പ്ലാൻ മൊത്തം നശിച്ചത് എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിലാണ് പീറ്റിന്റെ അടുത്ത് നിൽക്കുന്നത്. ഒരു കോടാലെടുത്ത് അതിനുള്ള പണിഷ്മെന്റ് നിനക്ക് കിട്ടണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഈ സമയത്ത് പീറ്റാണെങ്കിൽ ചിരിക്കുന്നു. വല്ലാത്തൊരു രീതിക്കാണ് ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വേഗാസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അവിടെ ഷോക്ക് എടുത്തിട്ട് വരുവാണ്. പീറ്റിന്റെ ആ പാൻറ് ഉരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പ്രൈവറ്റ് പാർട്ടി തന്നെ അവര് ഷോക്ക് വെക്കുവാണ്. അവിടെയൊക്കെ ഒരു അടി കിട്ടിയാലേ സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഷോക്കൊക്കെ വെച്ചാല് എജാതി വേദനയായിരിക്കും. പാവം പീറ്റർ ഭയങ്കരമായിട്ട് കാറ് വിളിക്കുന്നുണ്ട്. എന്നാൽ പോലും അത് എടുത്തു കഴിയുമ്പം ചിരിക്കുകയാണ് ചെയ്യുന്നത്. വേഗാസിന് പിന്നെയും ദേഷ്യം വരുന്നു. പിന്നെയും ആ ഒരു ഷോക്ക് അവിടെ തന്നെ വെക്കുവാണ്. പീറ്റർ വേദന എടുത്തിട്ട് അലറി വിളിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യവും അവിടെ തന്നെ ഷോക്ക് വെക്കുവാണ്. പാവം നമ്മുടെ പീറ്റിനെ ഇവിടെ വേഗാസ് സൈക്കോപാത്തിനെ പോലെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വേഗാസിന്റെ അച്ഛൻ കിന്നിനെ ചതിക്കുന്ന കിന്നിന്റെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അവന്റെ അടുത്ത് നീയും വേഗാസും കൂടെ എന്തുവാ ചെയ്യുന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല, ഞാൻ ഓണസ്റ്റ് ആയിട്ട് തന്നെയാണ് നിന്നത് എന്നാണ് അവൻ പറയുന്നത്. എന്തുവാ നിങ്ങൾ ചെയ്തത്? ഞാൻ തരുന്ന ഓർഡർ അല്ലാതെ മറ്റൊന്നും ഫോളോ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങേരാണെങ്കിൽ അവന്റെ വയറ്റിനിട്ട് കുത്തുവാണ്. ഒരു കുത്തു കൊടുത്തിട്ട് ബാക്കി രണ്ടുപേരുടെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു. ബാക്കി രണ്ടുപേരാണെങ്കിൽ ചറ പറയുന്ന് ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാണ്. അടുത്ത സീനില് മെയിൻ ഫാമിലിന്റെയും മൈനർ ഫാമിലിന്റെയും മീറ്റിംഗ് ആണ്. വേഗാസിന്റെ അച്ഛനാണ് അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പെട്ടി ഓപ്പൺ ആക്കുന്നു. അതിലാണെങ്കിൽ ആ ബോഡി ഗാർഡിന്റെ തലയാണുള്ളത്. പാവം നമ്മുടെ തൻകുനാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇവനാണ് നമ്മളെ ചതിച്ചത് എന്ന് വേഗാസിന്റെ അച്ഛൻ. അതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാ? അപ്പൊ വേഗാസിനോട് അവൻ പണിയെടുത്തത് തൻകുനാണെങ്കിൽ ചൂടാവാണ്. അവനത് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവിടെ വേഗാസിന്റെ അച്ഛൻ പുതിയൊരു കഥ അങ്ങ് ഉണ്ടാക്കുവാണ്. രണ്ട് ഫാമിലിന്റെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് അത് മറ്റേ ഗ്യാങ്ങുകൾക്ക് കൊടുത്തുന്ന്. വേഗാസ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. തൻകുനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അപ്പൊ പിന്നെ എന്തിനാ അവന് ഓടിപ്പോയിരിക്കുന്നതെന്ന് ചോദിക്കാണ്. അങ്ങേർക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ഓടിപ്പോയത് കാര്യങ്ങളൊക്കെ നിജപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുവാണ്. ഇത് അതിനുള്ള എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും ഡോക്യുമെന്റ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയതിനു ശേഷം കിന്നിന്റെ അച്ഛൻ പക്ഷേ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും ഏറ്റെടുത്തല്ലേ പറ്റൂന്ന് ചോദിക്കുകയാണ്. ഇങ്ങേരാണെങ്കിൽ ഭയങ്കരമായിട്ട് കലി വരുന്നുണ്ട്. തോക്കെടുക്കാണ്. നമ്മുടെ ബോഡി ഗാർഡ്സ് മൊത്തത്തിൽ ഇങ്ങേരുടെ നേരെ തോക്ക് ചൂണ്ടിക്കുവാണ്. കിന്നിന്റെ അച്ഛനെ കുറച്ചേരം അങ്ങനെ നോക്കിയെന്ന് തോക്കാടെ വെച്ച് എന്നെ വിശ്വാസമില്ല, മൈനർ ഫാമിലി അങ്ങനെ ചതിച്ചു എന്ന് തോന്നുവാണെങ്കിൽ ശരി ഓക്കെ എന്നെ അങ്ങ് കൊന്നേക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. കുറച്ചേരം കിന്നിന്റെ അച്ഛൻ നോക്കുന്നുണ്ട്. ആ തോക്കെടുക്കുന്നുണ്ട്. അങ്ങേരുടെ നേരെ ചൂണ്ടുന്നുണ്ട്. പിന്നെ കുറച്ചേരം നോക്കി നിന്നിട്ട് അത് താഴെ വെക്കുവാണ്. അത് അത്രയ്ക്ക് നമ്മുടെ തൻകുനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ഇപ്പോഴേ അതിനെ വെടിവെച്ച് കൊല്ലേണ്ടതാണ്. വീക്കായിട്ടിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് അഡ്വാൻറ്റേജ് എടുക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ന് കിന്നിന്റെ അച്ഛൻ. ആ തോക്ക് തിരിച്ചെടുത്ത് വെച്ച് ശരിയാണ്, ഞാൻ ആരുടെ അടുത്തൊന്നും അഡ്വാൻറ്റേജസ് എടുക്കാറില്ലെന്ന് വേഗാസിന്റെ അച്ഛൻ ഒരു ഡബിൾ മീനിങ്ങില് സംസാരിക്കുന്നുണ്ട്. കിന്നിന്റെ അച്ഛൻ പറയുന്നുണ്ട് എന്തൊക്കെയാലും വേഗാസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ പറ്റൂ, സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. ശരി ഓക്കേ എന്ന് അങ്ങേരും പറയുന്നുണ്ട്. എന്നിട്ട് കിന്നിനെ വെറുതെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അടുത്ത സീനിൽ കാണുന്നത് കിന്നിന്റെ അടുത്തേക്ക് പോഷ വരുന്നതാണ്. എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ രണ്ടുപേരും ഈടെയായിട്ട് ബിസി ആയിരുന്നു. കാര്യങ്ങളൊക്കെ സെറ്റിലാക്കിയ സ്ഥിതിക്ക് ഇനി നിനക്ക് ക്ഷമ ചോദിക്കാനുള്ള ടൈമാണെന്ന് കിന്ന്. ഞാനോ ക്ഷമ ചോദിക്കാനോ? എന്തിനെന്ന് പോഷേ? നീയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന്. ഞാനോ? എന്ത് കാര്യത്തിനാണെന്ന് കിന്ന്. ഇതിപ്പോ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? നിന്റെ എക്സിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നതെന്നാണോ അതോ എന്നെ പൂട്ടിയിട്ടതാണോ എന്ന് പോഷ ചോദിക്കുന്നതിന് അതിന് നീ ഒരു അര ദിവസം പോലും അവിടെ നിന്നില്ലായിരുന്നല്ലോ എന്ന് കിന്ന് ഒരു സെക്കൻഡ് കൂടെ ഓടിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അത്ര ഈസി ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പോഷേ. അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് കിന്നാണെങ്കിൽ പോഷേനെ ഡ്രസ്സിൽ പിടിച്ച് അടുപ്പിച്ച് കിസ് ചെയ്യാണ്. കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോഷയെ കുറച്ചേരം കിന്നിനെ അങ്ങനെ നോക്കിയേക്കുന്നു. എന്നിട്ട് കിന്നിനെ പിടിച്ച് കിസ് ചെയ്യാണ്. പിന്നെ രണ്ടുപേരും കൂടെ ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് രണ്ടുപേരും കൂടെ ബെഡിൽ കിടക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു എന്ന് കിന്ന് ചോദിക്കുന്ന സമയത്ത് അറിയണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞ് പോഷെ അടുത്തേക്ക് കളിക്കാണ്. അങ്ങനെ കിന്നാണെങ്കിൽ അടുത്തേക്ക് ഇല്ലുന്ന സമയത്ത് പുതപ്പൊക്കെ മൂടിയിട്ട് നമ്മുടെ ചെക്കനാണെങ്കിൽ നല്ലൊരു വളി അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. പാവൻകുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോരുന്നത്. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നെന്ന് പോഷെ. അടുത്തേക്ക് വന്നിട്ട് രണ്ടുപേരും കൂടെ കളിക്കുന്നുണ്ട്. ആ സമയത്ത് പോഷെ ചോദിക്കുന്നുണ്ട് ഇനിയും വേണോന്ന്. എന്നിട്ട് നെറ്റിയില് 2 കിസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വിഷമത്തിൽ പറയുന്നുണ്ട് പോഷ എൻ്റെ അടുത്ത് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. റിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എൻ്റെ അടുത്ത് മിണ്ടത്തില്ലെന്ന് പോഷെ. എനിക്കും ഇതൊക്കെ മടുത്തു. പക്ഷെ എന്തോ ഞാൻ മറന്നുപോയാണൊക്കെ ഉണ്ട് എന്ന് കിന്ന് മറന്നെങ്കിൽ പിന്നെ എങ്ങനെയാ അതിനെക്കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞ് പോഷെ. അങ്ങനെ പയ്യന്മാരാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിലും വാമായിട്ടുള്ളൊരു ഹഗ്, ലൈറ്റ് ആയിട്ടുള്ളൊരു കിസ്, കൈ ഓർത്ത് പിടിക്കല്, ഫോർ ഹെഡിലെ കിസ്, അങ്ങനെ
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രത്യേക ഭംഗിയായിരിക്കും. എനിവേസ് ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ 10ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്.